അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, നമ്മുടെ ഹദീസ് പഠനം 1-2 ദിവസമൊക്കെ വൈകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു പുറത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ ചില കാരണത്താൽ ചില നേരം വൈകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് 10ാമത്തെ ഹദീസ് നമുക്ക് പഠിക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫു ലഹു ഹസനതൻ അശറു അംസാലിഹ ഇലാ സബ്അമിഅത നിസ്ഫുൻ. മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ. ഫ ഇന്നഹു ലി വ അന അജ്സിഉ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസിക്കേറെ ആനന്ദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, പ്രതിഫലങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് 10 മുതൽ 700 ഇരട്ടി വരെയുള്ള പ്രതിഫലങ്ങളാണ് റമദാനിൽ അള്ളാഹു സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ നന്മകൾ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞു എന്ന് ഖുദ്സിയായിട്ടുള്ള ഹദീസിൽ പറയാനുള്ള കാരണം എന്താണ്? എല്ലാ ആരാധന കർമ്മങ്ങളും അള്ളാഹുവിനുള്ളത് തന്നെയാണ്. പക്ഷെ നോമ്പിനെ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പറഞ്ഞു? പണ്ഡിതന്മാർ ചില കാരണങ്ങൾ നമുക്കതിന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം പറഞ്ഞിട്ടുള്ളത്, നോമ്പെന്ന് പറയുന്നത് ഒരു രഹസ്യമായിട്ടുള്ള ആരാധന കർമ്മങ്ങളാണ്. ഹജ്ജായിരുന്നാൽ, നമസ്കാരമായിരുന്നാൽ, സ്വതക്കകളായിരുന്നാൽ, ഇതൊക്കെ നമുക്ക് പരസ്യമായി അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായി കൊണ്ട് നമുക്ക് അയാൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ നോമ്പെന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ളൊരു ആരാധന കർമ്മമായതുകൊണ്ട് അത് അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ. അതിലെത്ര സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അവൻ നോമ്പ് നോറ്റിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തത്, ഇഷ്ടവിഭവങ്ങൾ അവൻ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ മുമ്പിൽ അവൻ ഇഷ്ടപ്പെട്ട പല വിഭവങ്ങളും അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അതെല്ലാം അവൻ എന്താക്കുന്നു? ത്യജിക്കുന്നു. അതുകൊണ്ടാണ് അവന് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറയാനുള്ള കാരണം. മൂന്നാമത്തത്, അള്ളാഹു നൽകുന്ന പ്രത്യേക പ്രതിഫലം എന്നുള്ളതാണ്. അതിന് റബ്ബ് നൽകുന്ന, നമ്മുടെ രാജാവായിട്ടുള്ള മാലിക്കുൽ മുലൂക്കായിട്ടുള്ള റബ്ബിൻ്റെ ഒരു സമ്മാനം, അവന് നേരിട്ട് നൽകാനുള്ള ഒരു സമ്മാനം, അവൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോട് കൂടി ചെയ്തതുകൊണ്ട് റബ്ബ് നൽകുന്ന ഒരു വലിയൊരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ റമദാനിൽ നോറ്റിട്ടുള്ള നോമ്പിനുള്ള പ്രതിഫലം എന്ന് പറയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഫ അന അജ്സിഉ ലി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പറയാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠങ്ങൾ, സൽപ്രവർത്തികൾ ചെയ്യാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നോമ്പ് എന്ന് പറയുന്നത് കേവലം ഒരു പട്ടിണിയല്ല എന്നുള്ളതാണ്, മറിച്ച് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ വിശ്വസ്തതയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ പ്രതിഫലങ്ങൾ നമുക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ്. ക്ഷമ, സ്വബർ ഏറ്റവും വലിയ ഉദാഹരണമാണ് നോമ്പിനുള്ളത് എന്നും നോമ്പുകാർക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുകൊണ്ട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.